സുഴൽ ദ വോട്ടെക്സ്. സോ ബേസിക്കലി എന്റെ അടുത്ത് തമിഴിലെ ഏറ്റവും ഫേവറേറ്റ് സീരീസ് ഏതാ ചോദിച്ചു വെച്ചാൽ ഞാൻ എപ്പോഴും പറയും സുഴൽ സീസൺ 1 ആണെന്ന്. ഇപ്പൊ അതിന്റെ സീസൺ 2 OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സുഴൽ 2 ദ വോട്ടെക്സ്. സോ സുഴൽ 1 എന്താണോ അത് തന്നെയാണ് സുഴൽ 2. ഇപ്പൊ നിങ്ങൾ സുഴൽ 1 കണ്ടിട്ടില്ല വെച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം സുഴൽ 1ത്തെ രണ്ട് ക്യാരക്ടർ മാത്രമേ ഈ സീരീസിലുള്ളൂ. സുഴൽ 1 എന്താണോ എടുത്തു വെച്ചിരിക്കുന്നത് അതിൽ വുമൺ അബ്യൂസിംഗ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്താ വെച്ചാൽ വുമൺ അബ്യൂസിംഗ് പ്ലസ് വുമൺ ട്രാഫിക്കിംഗ് ആ ഒരു വ്യത്യാസം കൊണ്ടുവന്നു. ബാക്കി ഇട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സുഴൽ എങ്ങനെയാണ് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുമ്പോൾ കുറച്ച് കുന്നും മലയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഒരു കടൽ തീരമാണ് കാണിക്കുന്നത്. സെയിം ബട്ട് ഡിഫറെന്റ് നമ്മൾ പറയില്ല, ആ ഒരു വ്യത്യാസമുണ്ട്. സോ ഇതിൽ നമ്മുടെ ലാലൊക്കെ ഉണ്ട് കേട്ടോ. ലാലിന് കുറ്റം പറയാൻ പാടില്ലോ, കിഡിലനായിട്ടാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പാറപ്പുറത്തിട്ട് ചിരട്ടായിട്ട് ഒരയ്ക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് പറയുന്ന ഡയലോഗ് ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് ആമസോൺ എനിക്ക് സബ് ടൈറ്റിൽ സജസ്റ്റ് ചെയ്ത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. സോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ് സബ് ടൈറ്റിൽ. ലാൽ അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. ആ പാറപ്പുറത്തിട്ട് ഒരയ്ക്കുന്ന ആ ഒരു സൗണ്ട് കൊണ്ട് ഡയലോഗ് ഒന്നും മനസ്സിലായില്ല, പക്ഷെ ആളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ, സീരിയസ്ലി പറയാണ്. അതേപോലെ തന്നെ മഞ്ജിമ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരു ലാസ്റ്റ് 2-3 എപ്പിസോഡ് ആകുമ്പോൾ വരും. അടിപൊളിയായിരുന്നു, കിട്ടിലനായിട്ട് തന്നെ ആള് പെർഫോം ചെയ്യുന്നുണ്ട്. റാദർ ദാൻ ദാറ്റ് ഈ സിനിമയിൽ ഈ സീരീസിൽ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. സോ ഈ ഫസ്റ്റ് സീസണിൽ എങ്ങനെയാണ് വെച്ചാൽ ഒരു ഉത്സവം തുടങ്ങും. ആ ഉത്സവത്തിന്റെ അവസാന ദിവസം അസുരനെ കൊല്ലും. അതന്നെയാണ് കാണിക്കുന്നത്. ഇതും അതന്നെയാണ്. എഗെയിൻ ഒരു ഉത്സവത്തിന്റെ പ്ലോട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത്. സുഴല് പറയുമ്പോൾ അവർ ഈ ഫോക്ലോസും അതേപോലെ തന്നെ ഈ ഡിവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ലോക്കൽ കൾച്ചറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഇതിലും അവസാനം ആകുമ്പോൾ അസുരനെ കൊല്ലും. പക്ഷെ ഇതിൽ ഏറ്റവും കിടിലനായിട്ടൊരു മൊമെന്റ് ഉള്ളത് എവിടെ വെച്ചാൽ അഷ്ടകാളി പറഞ്ഞിട്ട് ഒരു 8 കാളിയെ കാണിക്കുന്നുണ്ട്, ഒരു 8 പെങ്കൊച്ചുങ്ങളെയും കാണിക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സിന് അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ വിത്ത് ഒരു സൂപ്പർ BGM ഉണ്ട്. അടിപൊളിയായിരുന്നു. അതാണ് ഈ സീരീസ് ഏറ്റവും ഹൈലൈറ്റിംഗ് മൊമെന്റ്. അടിപൊളി തന്നെയായിരുന്നു. കതിര് നെൽക്കതിരല്ല, ഇതിൽ അഭിനയിച്ച നായകന്റെ പേരാണ് കതിർ. സോ കതിർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് തോന്നിയത്. വലിപ്പിച്ച് നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2.5 മണിക്കൂറിൽ ഒതുക്കാവുന്ന ഒരു സിനിമയായിട്ട് എടുക്കാൻ പറ്റുന്ന സാധനം വലിപ്പിച്ചൊരു 8 എപ്പിസോഡ്. അത് ഓരോ എപ്പിസോഡ് പറയുമ്പോൾ ഏകദേശം 3/4 മണിക്കൂറോളം, 4-5 മണിക്കൂറുണ്ട് ഈ സാധനം കണ്ടു തീർക്കാൻ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവസാനമൊക്കെ ആകുമ്പോൾ. ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഒരു മാസ് പടത്തില് 50 വില്ലന്മാരെ അടിക്കാൻ പോണ 5 ഗ്രൂപ്പ് ഓഫ് നായികമാരെ പോലെയൊക്കെ തോന്നുന്നു. ഞാൻ വിചാരിച്ചു സുഴൽ തന്നെയാണോ ഇത്, ഇത്രയും സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇത്രയും അധപ്പതിച്ച് പോയോ ഇവര് എന്ന് തോന്നി. അങ്ങനത്തെ ആ സീന്റെ ഒക്കെ ആവശ്യം എന്താന്ന് മനസ്സിലാവുന്നില്ല. 8 ക്യാരക്ടേഴ്സ് ഉണ്ട് പറഞ്ഞില്ല. അതിൽ നമ്മുടെ ഗൗരി ഉണ്ട്, പിന്നെ നമ്മുടെ ഫിനിക്സ് സിനിമയിൽ ആ ഒരു കൊച്ചില്ലേ, ആ കൊച്ചൊക്കെ ഉണ്ട്. ഇവർക്കൊന്നും അഭിനയിക്കാൻ ഒന്നുമില്ല ഈ സീരീസിൽ. എനിക്ക് തോന്നുന്നു മറ്റേ അവര് ഇറച്ചിവെട്ടിനെ കത്തിക്ക് ഗൗരിയേക്കാളും റോൾ ഉണ്ട്, മഞ്ജിമയ്ക്ക് ഗൗരിയേക്കാളും റോൾ ഉണ്ട്. ഇവരൊക്കെ വെറുതെ എന്തൊക്കെയോ കാണിക്കുന്നു. ഈ 8 എപ്പിസോഡിന്റെ സീരീസിൽ എങ്ങനെ